സാർ എങ്ങനെയാണ് ഇത്ര സ്ലിമ്മായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഒരുപാട് പേര് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഉത്തരം പറഞ്ഞ സത്യത്തിൽ ഞാൻ മടുത്തു. അപ്പോൾ അതാണെന്ന് വിചാരിച്ചത് ഞാനെന്നാൽ നേരിട്ട് പറയാം. അപ്പോൾ പിന്നെ നമുക്ക് ലിങ്ക് അയച്ചെടുത്താൽ മതിയില്ല. ഓക്കെ, അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഉള്ളത് നമ്മുടെ തൃശ്ശൂർ ESI ആശുപത്രിക്കാണ്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ 2024 ജൂൺ ജൂലൈ മാസത്തിൽ ഞാൻ ഡെങ്കിപ്പനി വന്നിട്ട് ESIയിൽ അഡ്മിറ്റായി. ഓക്കെ, അവിടെ എല്ലാവരും ഡോക്ടേഴ്സ് പ്രഗത്ഭരായ കാരണം സാധാരണ 3 ദിവസം കൊണ്ട് മാറേണ്ട ഡെങ്കിപ്പനി എന്ത് ചെയ്തു, 7 ദിവസം അഡ്മിറ്റ് ആയിരുന്നു കേട്ടോ. ഓക്കെ, അങ്ങനെ സീരിയസ് ആയിട്ട് പിന്നെ ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്താമല ഹോസ്പിറ്റലിലേക്ക്. സംഭവം പറയാതെ വയ്യ, കാരണം അത് ESIക്ക് മാത്രം എടുക്കാവുന്ന ഒരു ക്രെഡിറ്റാണ്. 75 കിലോ ഉണ്ടായിരുന്ന ഞാൻ അവിടെ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ 50 കിലോയ്ക്ക് താഴെയായിരുന്നു. അതായത് 3 ദിവസമായിട്ടും ഡോക്ടർ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഒരു ബോട്ടിൽ ആണ് ഗ്ലൂക്കോസ് അവർ കയറ്റിരുന്നത്. അപ്പോൾ രണ്ടാമത്തത് ഇടേണ്ട കാര്യം ഞാൻ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് ഇനി ഇട്ടാൽ ഹാർട്ടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറും, അങ്ങനെ മരിക്കുന്നതാണ് ആൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്നാൽ ശരി ഡോക്ടറല്ലേ, നമുക്ക് നോക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഒരു ദിവസം ഹോൾഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ സെക്കൻഡ് ഡേ മുതൽ എനിക്ക് വയ്യാതെ സത്യത്തിൽ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ വാഷ്റൂം പോകണമെന്നുണ്ടെങ്കിൽ പോലും ഒരാൾ പിടിച്ചെഴുന്നേൽപ്പിച്ചതിന് ശേഷം വേണം കൊണ്ടാക്കി തരാൻ വേണ്ടിയിട്ട്. ആ ഒരു നിലയിലേക്ക് അവരെത്തിച്ചു. ഇതിന് പുറമെ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ എന്നെ ഡിസ്ചാർജ് ചെയ്ത് അമലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവസ്ഥയും പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് കാര്യം മനസ്സിലാവും. ഇവിടെ നമ്മുടെ 2 കൈ ഉണ്ടല്ലോ, 2 കൈയിലാണ് നമ്മളുടെ ഗ്ലൂക്കോസ് കയറ്റാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ ചെയ്യാം, എന്നിട്ടാണ് ട്രിപ്പ് കണക്ട് ചെയ്യാം. അങ്ങനെ കുത്താൻ സ്ഥലം ഉണ്ടായില്ല, അതാണ് അവസ്ഥ. ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം, കയ്യുമ്മ 2 കയ്യുമ്മലും. പിന്നെ കുത്താൻ സ്ഥലമില്ലാത്ത കാരണം അവരെന്ത് ചെയ്തു, ഇവിടെ കുത്തിയിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ കുത്തിയിട്ട് ആണ് അമലയിലേക്ക് എത്തിയത്. അമലയിലേക്ക് എത്തിയ നിമിഷം മുതൽ ഡോക്ടർ ഞങ്ങളെ ചീത്ത പറയുന്നു, എന്നെയും ഭാര്യയും. എന്താണ് മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്യാഞ്ഞതെന്ന് വെച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ചെയ്യാൻ പറ്റാവുന്ന ഹോസ്പിറ്റലിൽ പോയിലാണ്. ഞങ്ങൾ പോയി, അവിടെ നിന്ന് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്, 2ാമത്തെ കുപ്പി ബോട്ടിൽ ഗ്ലൂക്കോസ് കയറ്റിയാൽ ഹാർട്ടിൽ വെള്ളം കയറി ചാവും എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അമലത്തെ ഡോക്ടർ എന്താ പറഞ്ഞത് ഞാൻ പറയുന്നില്ല. പകരം ആളെന്താണെന്ന് വെച്ചാൽ ആൾ ഉടനടി ഗ്ലൂക്കോസ് ഇട്ട് നമ്മളെ വാർഡിലാക്കി. അവിടെ ഡെങ്കിക്ക് വേറെ സെപ്പറേറ്റ് വാർഡായിരുന്നു. അപ്പോൾ ഓക്കെ, ഭയങ്കര സീസണായിരുന്നു അത്ര. അപ്പോൾ ആ വാർഡിൽ നിന്നിട്ട് അവർ ചെയ്തത് കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലൂക്കോസ് ഇട്ട് സ്ലോയിലാണെങ്കിലും ഗ്ലൂക്കോസ് ഇട്ട് വെള്ളം കുടിപ്പിച്ച് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് അവിടെ കിട്ടിയത്. അവിടെ അഡ്മിറ്റ് ചെയ്ത് 2ാമത്തെ ദിവസം തന്നെ നമ്മുടെ ഇവിടെ വേദനിച്ച് തുടങ്ങി. എനിക്ക് ESIന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സമ്മാനം ഉണ്ടായിരുന്നല്ലോ, അത് ഡോക്ടർ ഒന്ന് നോക്കിയപ്പോൾ അത് ആക്ച്വലി ഭയങ്കരമായിട്ട് വലുതായി, ഭയങ്കരമായിട്ട് ഇൻഫെക്റ്റഡ് ആയിരുന്നു. ഇതുപോലും തിരിച്ചറിയാണ്ടാണ് ESIയിൽ നമ്മളെ ഗ്ലൂക്കോസ് കയറ്റിയിരുന്നതും നമ്മളെ ട്രീറ്റ് ചെയ്തിരുന്നതൊക്കെ. അപ്പോൾ സത്യത്തിൽ ജീവനോടെ തിരിച്ചു വരാൻ പറ്റിയത് എൻ്റെയും ഭാര്യയുടെയും ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അതുപോലെ തന്നെ ആ ഒരു ക്രെഡിറ്റ് എൻ്റെ ഭാര്യയ്ക്ക് കൂടുതൽ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം 7th ഡേ ഭയങ്കര വീക്കായിരുന്നു. അവിടെ നിന്ന് അടി ഉണ്ടാക്കിയിട്ടാണ് അവർ വിട്ടത്. നിങ്ങൾ ആലോചിക്കണം കേട്ടോ, 7 ദിവസം കഴിഞ്ഞിട്ട് പോലും അവർ വിട്ടില്ല. എമർജൻസി കേസ് ആക്കിയിട്ട് റെഫറൻസ് ഒന്നും ചെയ്തിരുന്നില്ല. അവസാനം വൈഫ് പോയി സംസാരിച്ച് വഴക്കിട്ട് ട്രാൻസ്ഫർ മേടിക്കുകയാണ് ചെയ്തത്. അന്ന് തന്നെ ആംബുലൻസിൽ കൊണ്ടുപോയി. അത് കാരണം എനിക്ക് ജീവൻ കിട്ടിയെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് 3 ഡേയ്സ് കറക്റ്റായിട്ടുള്ള അവരുടെ മോണിറ്ററിങ്ങിൽ പോയി. 3ാമത്തെ ദിവസം ഞാൻ ഡിസ്ചാർജ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം കേട്ടോ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ക്വാളിറ്റി. അതുപോലെ ഞാൻ സപ്ലിമെൻ്റ് എടുത്തിരുന്നു ഗ്യാരണ്ടി ആയിട്ടും, കാരണം അത്രയും വീക്കായിരുന്നു ഞാൻ. 7th ഡേ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഊഹിച്ചാൽ മതി, നമുക്ക് ഭക്ഷണം കഴിക്കാതെ 7 ദിവസം കഞ്ഞിയൊക്കെ കുടിച്ചാലായി. പിന്നെ എന്തോ ഒരു ഇലയുടെ നീരൊക്കെ തന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇതായിരുന്നു അവസ്ഥ. ESIയിലെ ട്രീറ്റ്മെൻറ്റിൻ്റെ ക്വാളിറ്റി കൂട്ടണോ വേണ്ടെന്നുള്ളത് ആര് തീരുമാനിക്കണം? നമ്മൾ ജനങ്ങളും തീരുമാനിക്കണം. സർക്കാർ നിയമം എന്താ പറയുക, നിർബന്ധമായിട്ട് നോക്കി മോണിറ്റർ ചെയ്യണം. ഓക്കെ, കാരണം ESIയിലുള്ള ഓരോ രൂപയും ESI പേയ്മെൻറ്റ് ചെയ്യുന്ന എംപ്ലോയറുടെയും എംപ്ലോയിയുടെയും പൈസയും കൂടിയാണെന്നുള്ള ബോധ്യം അവിടുത്തെ എംപ്ലോയീസിനും കൂടെ കൊടുക്കണം. ഓക്കെ, നമ്മൾ ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനല്ല ചെല്ലുന്നത്, മറിച്ച് നമ്മളുടെ കയ്യിൽ നിന്ന് അല്ലേ പോർഷനായിട്ട് എടുക്കുന്നൊരു എമൗണ്ടിനാണ് ESIയിലെ ട്രീറ്റ്മെൻറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈവൻ അവരുടെ സാലറി പോലും അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് അവർ ബാധ്യസ്ഥരാണ് എന്നുള്ളതും കൂടി അവരൊന്ന് ഓർമ്മിപ്പിക്കണം ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇതുപോലെ
എല്ലാവരും പ്രതികരിച്ചോണം നിർബന്ധമൊന്നുമില്ല. അവിടെ ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ട്. മരുന്ന് കിട്ടണമെങ്കിൽ ഡോക്ടറെ കണ്ട് ഡിസ്പെൻസറിയിലെ കാര്യം പറയാൻ കേട്ടോ, ഒരു ദിവസം പോക്കാണ് മരുന്ന് മേടിക്കണം കേട്ടോ. അതുപോലെ തന്നെയാണ് ഈ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ. നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് ചിലപ്പോൾ അറിയാം അങ്ങനെ സംഭവമില്ല. അപ്പോൾ പൊതുവെ മുന്നിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോഴും അവിടെ പണ്ടത്തെ സിസ്റ്റം തന്നെയൊക്കെയാണ്. അപ്പോൾ ദയവ് ചെയ്ത് വരുന്ന രോഗിയെ ചികിത്സിക്കാനുള്ള വിവരമുള്ള അറിവുള്ള ഡോക്ടേഴ്സിനെയും നഴ്സുമാരെയൊക്കെ വെക്കണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പറയാൻ പ്രധാനപ്പെട്ട കാര്യം, ഒരിക്കൽ അവിടെ പോയിട്ട് നേഴ്സ് ഇല്ലാത്തത് കൊണ്ട് ഗ്ലൂക്കോസ് ഇട്ടിരുന്നത് അതിനുള്ളിൽ കൂടെ ബ്ലഡ് കയറി തുടങ്ങി തിരിച്ച്. ഓക്കെ, അത് എന്നിട്ട് എടുക്കാൻ വന്നത് അവിടുത്തെ ഒരു അറ്റൻഡറാണോ സ്വീപ്പറാണോ എന്ന് സംശയമുണ്ട്, എന്തായാലും നേഴ്സല്ല. അപ്പോൾ ഇങ്ങനത്തെയുള്ള ഒരുപാട് രസകരമായിട്ടുള്ള സംഭവങ്ങൾ തൃശ്ശൂർ ഒളരിയിലുള്ള ESIയിൽ നടക്കുന്നുണ്ട്. ഓക്കെ, ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. കാരണം ഇത് ഇനിയും അലക്ഷ്യമായിട്ട് വിട്ടാൽ ഒരുപാട് ജീവനുകളൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത് ഞാൻ അവിടുത്തെ കേസസൊക്കെ മുമ്പത്തെ എടുത്ത് നോക്കണം, അപ്പോൾ അറിയാം അവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളും ഗുണങ്ങളും ഒക്കെ. ഓക്കെ, അപ്പോൾ ഇത്രേ പറയാനുള്ളൂ.